ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ലൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. മട്ടൻ മസാല. അതിനായിട്ട് പാൻ ചൂടാക്കുക. എന്നിട്ട് 100 ml ഓയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നതിന് ശേഷം 5 ഗ്രാം ഹോൾ ഗരം മസാല, എല്ലാ ഗരം മസാലയും കൂടിയുള്ളൊരു 5 ഗ്രാം ഇട്ട് നല്ലപോലെ ഒന്ന് ഗരം മസാലയുടെ മണം വരുന്ന പോലെ പൊട്ടുന്ന പോലെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം 3 തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ സവോള, ഞാൻ റെഡ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഗോൾഡൻ കളർ ആകുന്നവരെ നല്ലപോലെ വഴറ്റുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയതിന് ശേഷം 20 ഗ്രാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക. ഇതിനകത്ത് പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇതിനകത്തെല്ലാം കണക്ക് എഴുതിയിട്ടുണ്ട്. ടെർമറിക് പൗഡർ, ക്യുമിൻ പൗഡർ, എല്ലാ മസാലകളും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഈ സവോള നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം ഈ മസാല മൊത്തം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, അതായത് ഈ മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ml ചൂടുവെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ മസാല നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് നേരം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അതിന് നമ്മൾ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ മസാലയുടെ പച്ചമണം നല്ലപോലെ മാറിക്കിട്ടും. ആ മാറിക്കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു 2 ഫ്രഷ് ടൊമാറ്റോ നല്ലപോലെ പേസ്റ്റ് അടിച്ചിട്ട് 2 ഫ്രഷ് ടൊമാറ്റോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം, അതായത് ഈ നമ്മുടെ ടൊമാറ്റോയുടെ പച്ച മസാല ആ ഫ്ലേവർ പോകുന്നവരെ നല്ലപോലെ നമ്മൾ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ ഒരു 1.5 കിലോ മട്ടൺ, ഡേയ്സ് കട്ട് ചെയ്തിട്ടുള്ള മട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഗ്രാം ഫ്രഷ് കൊറിയാണ്ടർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ നമ്മളിതിൽ സോട്ട് ചെയ്യുക. അതായത് 20 മിനിറ്റ് നമ്മൾ നല്ലപോലെ സോട്ട് ചെയ്യുക. എത്ര നേരം സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ നല്ലപോലെ സ്ലോ ഫയറിൽ നമ്മളിതിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ലോ ഫയർ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓയിൽ, അതായത് റോഗൻസ് സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങും. ഈ മസാലയിൽ നിന്ന് റോഗൻ സെപ്പറേറ്റ് ആയിട്ട് വരും. ആ സെപ്പറേറ്റ് ആയിട്ട് വരുന്നവരെ കുക്ക് ചെയ്യുക. അതായത് 20-25 മിനിറ്റ് ഉറപ്പായാലും സമയമെടുക്കും. ഞാൻ 20 മിനിറ്റാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതിനകത്തോട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളം, മീറ്റിലേക്ക് ചൂടുവെള്ളം മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ ഇതിനകത്തോട്ടൊരു 3 ലിറ്റർ വെള്ളം, ഞാനൊരു ടിപ്സ് പോലെ പറഞ്ഞുതരാം. ഹോട്ട് വാട്ടർ മീറ്റിനകത്ത് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മീറ്റിൻ്റെ ടെൻഡർനെസ്, നല്ല ജ്യൂസിനെസ്സും ടെൻഡർനെസ്സും ഉണ്ടാകും. അപ്പോൾ മീറ്റ് എപ്പോഴും വേവിക്കുന്ന സമയത്ത് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ ഈ ഗ്രേവി നല്ല തിക്കാകുന്നവരെ നമ്മളിത് കുക്ക് ചെയ്യുക. ഞാൻ ഏകദേശം ഒരു 2.5 മണിക്കൂറിൻ്റെ അടുത്തോളം ഞാനിത് കുക്ക് ചെയ്തിട്ട് സ്ലോ ഫയറിൽ. അപ്പോൾ നിങ്ങളും വിറകടുപ്പിൽ വെക്കുന്നു പറഞ്ഞ് 2-2.5 മണിക്കൂർ മീറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. നല്ലപോലെ വേവിച്ചതിന് ശേഷം ഗ്രേവി തിക്കാവുന്ന സമയത്ത് ഒരു 5 ഗ്രാം ഫ്രഷ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കൊറിയാണ്ടർ ആഡ് ചെയ്യുക. അതിനുശേഷം നിർത്തുക. ഇത്രയേ ഉള്ളൂ. അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക. മസാല ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര ഗ്രാമാണെന്ന് പറഞ്ഞിട്ട്. പ്ലീസ് അത് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.